ക്യാൻവയിൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻസ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻസ് എങ്ങനെ ചൂസ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിലായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മുടെ പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാൻവയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ക്യാൻവയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ക്യാൻവയിൽ നമ്മൾ ഡിസൈൻസ് ചൂസ് ചെയ്യണമല്ലോ. ഒരുപാട് ഡിസൈൻസ് നല്ല ബുദ്ധിയുള്ളവര് വന്നിരുന്ന നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ക്യാൻവ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ഡിസൈൻ ഉണ്ട്, ആയിരക്കണക്കിന് ഡിസൈൻസ് ഉണ്ട്. അപ്പൊ അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഡിസൈൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളത് ആദ്യം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്യാൻവ എല്ലാവരും എടുത്തിട്ടുണ്ടാവുമല്ലോ. ക്യാൻവയിൽ നേരെ വന്നു കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഹോമിലേക്ക് എത്തും. ഹോം കണ്ടോ, ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഇവിടെ കിട്ടുക. ഇതില് നമ്മൾ ടെംപ്ലേറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ടെംപ്ലേറ്റ്സിൽ എന്ന് വെച്ചാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയില് നമ്മുടെ സോഷ്യൽ മീഡിയാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ ആണല്ലേ. അപ്പൊ ഇതിന് ഓരോന്നിനും ഓരോ സൈസാണ്. അതിന്റെ ആ ഇന്റർഫേസിനനുസരിച്ച് അതിന്റെ സൈസിൽ മാറ്റങ്ങൾ വരുത്തും. പക്ഷെ സാധാരണ ആൾക്കാർക്കൊന്നും ഇത് അറിയില്ല, സാധാരണക്കാർക്ക് അറിയില്ല. നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ അത് ഇങ്ങനെ എടുത്താലും എങ്ങനെ എടുത്താലും നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നേരെ കൊണ്ടുപോയി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ അങ്ങ് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മുടെ കൺസേൺ അല്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായ കാര്യം. അപ്പൊ ശരിക്കും മറ്റുള്ളവരുടെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഡിവൈസ് ഒക്കെ ആയിരിക്കുമല്ലോ. ഓരോരുത്തരുടെ ഡിവൈസിൽ എത്തുമ്പോഴും നമ്മള് അവർക്ക് കാഴ്ചക്ക് കിട്ടുന്നത് പല രീതിയിലായിരിക്കും. കുറെ പേർക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും, കുറെ പേർക്ക് പകുതി കാണില്ല, കുറെ പേർക്ക് സൈഡ് കാണില്ല, അറ്റവും മുക്കും മൂലയൊന്നും ഇല്ലാതെ പലർക്കും കാണാനും പറ്റും. അപ്പൊ അങ്ങനെ അല്ലാതെ നമ്മൾ ഇടുന്ന പിക്ചർ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റർ ആൾക്കാർക്ക്, മറ്റുള്ളവർക്ക് അതിൻ്റെതായ രീതിയിൽ ഫുള്ളായിട്ട് അതേ ഒരു ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിനും അനുസരിച്ചുള്ള പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കണം. അപ്പൊ ഇതേ ക്യാൻവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തായിട്ട് കയറിയാൽ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്യാം. അതും നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലേക്കാണോ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പ്ലാറ്റ്ഫോമിന്റെ അതേ സൈസിനുള്ള നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് ഈ ഒരു സൈസിനാണ് കണ്ടോ, ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു സൈസിന് അത് ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് തയ്യാറാക്കേണ്ടതെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് പോയി അതിലുള്ള ഡിസൈൻസ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനാണെങ്കിലോ, ഇൻസ്റ്റഗ്രാം റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സൈസാണ്. അത് ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേണ്ടേ സ്റ്റോറീസ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഒക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു രീതിയിലാണല്ലേ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടാനുള്ള അവസ്ഥ എന്താ, പകുതി ആൾക്കാർ കാണില്ല അല്ലെ, ആ നടുക്ക് കുറച്ച് ഭാഗം മാത്രമേ കാണുള്ളൂ. പക്ഷെ അതേ ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ച് ഡിസൈൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നിനും ഓരോ പ്ലാറ്റ്ഫോമിലേക്കും ആവശ്യമായ രീതിയിലുള്ള സംഭവങ്ങൾ ഇവിടെ ഓൾറെഡി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, യൂട്യൂബ് തംബ്നെയിലാണ്. തംബ്നെയിലിന്റെ ഒരു സൈസ് ഈ ഒരു സൈസാണ്. അപ്പൊ ഈ സൈസിന് നമുക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കുള്ള സംഭവങ്ങൾ മാത്രമല്ല നമുക്ക് ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഓരോന്നും സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങോട്ട് നോക്കി നമ്മുടെ പ്രിന്റ് പ്രൊഡക്ട്സിലോട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇൻവിറ്റേഷൻസ്, നമ്മുടെ മാരേജ് ഒക്കെ വരുവാണ്, നിങ്ങളുടെ കുട്ടികളുടെ മാരേജ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓടി നടന്ന പ്രസ്സിലൊക്കെ പോയിട്ട് അവരെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ തന്നെ ഡിസൈൻ ചെയ്തിട്ട് പ്രിന്റ് എടുക്കാൻ മാത്രം കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് കാർഡ്സ് ചെയ്യാം, പോസ്റ്റ് കാർഡ്സ് ചെയ്യാം, എന്ത് നമുക്ക് ഇതിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുകയാണല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ബിസിനസ് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിസിറ്റിംഗ് കാർഡ് ഉണ്ടോ? മിക്കവർക്കും വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം തന്നെ ഞാൻ ഇതിലൊരു വിസിറ്റിംഗ് കാർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് ചെയ്തിട്ട് ഇതിന്റെ ഡിസൈനിങ് ടൂൾസ് ഒക്കെ എവിടെ നിന്ന് എടുക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാനത് കാണിച്ചു തരാം. അപ്പൊ നമുക്കൊരു ബിസിനസ് കാർഡ് അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇതിന്റെ ഇതിൽ തന്നെ ടെംപ്ലേറ്റ്സിൽ വിസിറ്റിംഗ് കാർഡിന്റെ സെക്ഷനിലേക്ക് പോവാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ 1000കണക്കിന് വിസിറ്റിംഗ് കാർഡ്സിന്റെ മോഡൽസ് ഇവിടെ വരും. കണ്ടോ, 1000കണക്കിന് വിസിറ്റിംഗ് കാർഡ്സിന്റെ മോഡൽസ്. നല്ല തലയുള്ളവർ, നല്ല ബുദ്ധിയുള്ളവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് വിസിറ്റിംഗ് കാർഡ്സിന്റെ മോഡൽസ് ആണ് ഇവിടെ വരുന്നത്. ശ്രദ്ധിച്ചോ.
ഇതിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോ ഈ ഒരു വിസിറ്റിംഗ് കാർഡ് എടുക്കുകയാണെന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ വേണ്ട, നമുക്കിപ്പോ നമ്മളിപ്പോ ചിന്തിക്കുന്നത് എന്താണ്, ഇതൊക്കെ നോക്കുമ്പോൾ ഓരോ കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്ററുടെ ഒക്കെ വിസിറ്റിംഗ് കാർഡ്സ് ആണ് ഇതിൽ കിടക്കണേ അല്ലെ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഫീൽഡ് എന്താണ്, നമ്മൾ ചെടികളാണ്, ഗാർഡനിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഇതിലുണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്മൾ ഈ ഡിസൈൻസ് ഒക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് ക്രിയേറ്റ് ബ്ലാങ്ക് ബിസിനസ് കാർഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിസിറ്റിംഗ് കാർഡൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ വരും. ഒരു ഇന്റർഫേസ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇവിടെയാണ് നമ്മളുടെ നമ്മൾ എടുക്കുന്ന ടെംപ്ലേറ്റ്സ് കൊണ്ടുപോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏത് ഫീൽഡോ ആട്ടെ, ഇപ്പൊ ഫുഡി ആണെങ്കിൽ ഫുഡ് എന്ന് സെർച്ച് ചെയ്താൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വിസിറ്റിംഗ് കാർഡ് മോഡൽസ് കിട്ടും. ഗാർഡനിങ് ആണെങ്കിൽ ഗാർഡനിങ് എന്ന് സെർച്ച് ചെയ്താൽ ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വിസിറ്റിംഗ് കാർഡ് മോഡൽസ് കിട്ടും. നമുക്ക് ഗാർഡനിങ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അല്ലെ. കണ്ടോ, ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിസിറ്റിംഗ് കാർഡ്സ് ഇവിടെ വരുന്നത് കണ്ടോ എന്തോരം വിസിറ്റിംഗ് കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഡിസൈൻസ്, ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന്ന് ഒരു ഡിസൈൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു വിസിറ്റിംഗ് കാർഡ് എടുക്കാം. എനിക്ക് പച്ച കളറിനോട് ഒരു ഇഷ്ടമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഈ പച്ച വിസിറ്റിംഗ് കാർഡ് എടുത്തത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു വിസിറ്റിംഗ് കാർഡിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിപ്പുറത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് വന്ന് കിടക്കും. അപ്പൊ ഇതൊരു വിസിറ്റിംഗ് കാർഡ് പോലെ ഒരു പേഴ്സണലൈസ്ഡ് ഗാർഡൻ കെയർ സർവീസിന്റെ ഒരു കാർഡാണ്. അപ്പൊ നമുക്ക് ഇതിൽ എല്ലാം എഡിറ്റബിൾ ആണ്. നമ്മൾ ഇവിടെ ഓരോന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇത് ഓരോന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ പുറത്ത് മൗസ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടോ. അടുത്തതിന്റെ പുറത്ത് വെക്കുമ്പോൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പൊ ഈ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് ഫുൾ സെലക്ട് ആവും. അത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേര് അവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഡ്രീംസ് ഗാർഡൻ ആദ്യം ഉണ്ടായിരുന്ന അതേ ഫോണ്ടിൽ തന്നെ വരും. നമ്മുടെ ഫോണ്ടിൽ ഒന്നും മാറ്റം വരുത്തേണ്ട ഒരു കാര്യമില്ല. അതേ ഫോണിൽ തന്നെ നമുക്ക് നമ്മുടെ ലെറ്റർ എൻ്റർ ചെയ്യാൻ പറ്റും അവിടെ. ഇനി അടുത്തത് ഇപ്പൊ മാറ്റണം, പേഴ്സണലൈസ്ഡ് ഗാർഡൻ കെയർ സർവീസ്. ഇതെനിക്ക് മാറ്റേണ്ട ആവശ്യമില്ല, മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഇനി ഇപ്പൊ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നേരെ ടെക്സ്റ്റിലേക്ക് പോവുക, ആഡ് എ ഹെഡിങ് കൊടുക്കുക. അപ്പൊ ഒരു ഒരു ഹെഡ്ലൈൻ, നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു ലെറ്റേഴ്സ് കൊടുക്കേണ്ട ഒരു ഇത് വന്നു. അത് നമുക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. നമുക്കൊന്ന് ചെറുതാക്കാം. നേരെ എവിടെ ഏത് പൊസിഷനിലാണെങ്കിലും നമുക്ക് സ്ക്രോൾ ചെയ്ത് അവിടെ കൊണ്ടുവെക്കാൻ പറ്റും. സ്ക്രോൾ ചെയ്ത് വെക്കാം. എന്നിട്ട് അവിടെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചിട്ട് മൊബൈലിന് ഇത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് തെറ്റിപ്പോയി കേട്ടോ, സോറി. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ഇത് എടുക്കുക, നേരെ കൊണ്ട് നമ്മൾ ഇത് മുകളിലോട്ട് വെക്കുക, ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ചെറുതാക്കി കൊടുക്കാം. ഇനി നമുക്കിത് സെലക്ട് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെറ്റേഴ്സ് സെലക്ട് ആവും. എന്നിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാം. അവിടെ മൊബൈൽ നമ്പർ കണ്ടോ, ഇങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ്. ഇത് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് കാണിച്ചത്. ഇനി ഇപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പോയിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ കളറിംഗ് ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ കാണുന്നുണ്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം, ഇത് വൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് ആക്കാം, ഇത് ബ്ലൂ ആക്കണമെങ്കിൽ ബ്ലൂ ആക്കാം, ഇത് യെല്ലോ ആക്കണമെങ്കിൽ യെല്ലോ ആക്കാം. എങ്ങനെ വേണേലും ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ലെറ്ററിന്റെ കളർ മാത്രം നമുക്ക് മാറ്റണം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ലെറ്ററിന്റെ പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് സെലക്ട് ആവും. സെലക്ട് ആയി കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ ടെക്സ്റ്റ് കളർ മാറ്റാൻ പറ്റും. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം.
ഇനി നമുക്ക് ഒരു അടുത്തൊരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് നോക്കാം കേട്ടോ. ഒരു വിസിറ്റിംഗ് കാർഡ് കൂടെ നമുക്ക് ചെയ്ത് കാണിക്കാം. നമ്മളിതേണ്ടേ ഗാർഡനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ. നമുക്ക് ഗാർഡനിങ് എന്ന് തന്നെ ഒന്ന് കൊടുത്തു നോക്കാം. അല്ലെങ്കിൽ ഇത് ഈ ഒരു വിസിറ്റിംഗ് കാർഡ് എടുക്കാം. ഇത് കണ്ടോ, ഒന്ന് അതിന്റെ പുറത്തൊരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ എന്താ പറയാ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള പോർഷനിലേക്ക് വന്ന് കിടക്കും. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഓരോ ഇതിന്റെ മുകളിൽ കൊണ്ട് വെച്ചാലും നമുക്ക് നേരെ കണ്ടോ സെലക്ട് ആവുന്നത് കണ്ടോ. ഓരോന്നിന്റെ മുകളിലും ഇങ്ങനെ നമ്മൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ അതിങ്ങനെ സെലക്ട് ആവുന്ന കാണാം. അതായത് ഓരോന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പൊ മാറ്റിയിട്ട് നമുക്ക് റീൽസ് എന്നാക്കാം. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് റീൽസ് റീന്ന് കൊടുക്കാം. എന്നിട്ട് വേണ്ടേ ഇത് കറക്റ്റ് ആയിട്ടൊന്ന് മുകളിലോട്ട് വെക്കാം. നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ ഇത് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് എന്റെ നമ്പർ തന്നെ കൊടുത്തേക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുക്കാം. കണ്ടോ, സെവൻ 510587441 എന്റെ നമ്പർ കൊടുത്തു. ഇവിടെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇനി ഇതേ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഇവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മാറ്റി വെക്കാം. എങ്ങോട്ട് വേണമെങ്കിലും വെക്കാം. അതായത് ഇവിടെ കൊണ്ട് വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം, ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാം. അതായത് ഫോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മാറ്റാം. ഇനിയിപ്പോ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോ ഇവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ ഡിലീറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ പിടിച്ച് ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് സ്ക്രോൾ ചെയ്ത് അങ്ങ് കളയുകയും ചെയ്യാം. ഞാൻ ഇങ്ങനെ വെച്ച് ഡിലീറ്റ് ചെയ്യുന്നതിനെ പഠിപ്പിക്കാം. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം. കണ്ടോ, ഡിലീറ്റ് ഇമേജ് വരും. ഡിലീറ്റ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ അങ്ങ് പോവും. അപ്പൊ എന്ത് ചെയ്യും, നമുക്കിനി ഇവിടെ വേറെ ഒരു ഫോട്ടോ, എന്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യണമെന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ സെലക്ട് ചെയ്യുക, നേരെ അപ്ലോഡിലേക്ക് പോവുക. അപ്ലോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിലോ അപ്ലോഡ് ഫയൽസിലോ എങ്ങനെ നമ്മുടെ ഫോട്ടോസ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ എന്റെ ഒരു ഫോട്ടോ കിടപ്പുണ്ട്. ഈ ഫോട്ടോ എടുക്കാം. ഈ ഫോട്ടോ ചെറുതാക്കണോ വലുതാക്കണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ മാറ്റിയിട്ട് ചെറുതും വലുതും ഒക്കെ ആക്കാം. എന്നിട്ട് ഈ ഫോട്ടോ എടുത്ത് ഇതിനകത്ത് വെക്കണമെങ്കിൽ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഇങ്ങനെ പിടിച്ച് ഇതിനകത്തോട്ട് വരുമ്പോൾ തന്നെ അതിൽ അങ്ങ് വലിച്ചെടുത്ത് അങ്ങ് സെറ്റ് ആക്കിക്കോളും. കണ്ടോ, ഇങ്ങ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. ഇനിയിപ്പോ ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, കളർ മാറ്റണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ പറ്റും. കണ്ടോ, ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള കളർ കൊടുക്കാം. ഇനി ഇത് കൊള്ളില്ല അല്ലെ, നമുക്ക് പച്ച തന്നെ കൊടുക്കാം. പിന്നെ പച്ചയിൽ തന്നെ പോവാം, പച്ച തന്നെ കൊടുക്കാം. അങ്ങനെ എന്തും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമായ രീതിയിലുള്ള വിസിറ്റിംഗ് കാർഡ്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് തയ്യാറാക്കാൻ നമ്മൾ കടയിൽ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ അഡോബ് ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും ഒക്കെ പഠിച്ച് ചെയ്യണമെങ്കിൽ ഈ ലൈൻ കറക്റ്റ് വെക്കാൻ നമ്മൾ പഠിക്കണം, ഈ കർവ് എടുക്കാൻ പഠിക്കണം, ഇത് ഇങ്ങനെ വെക്കാൻ പഠിക്കണം, അങ്ങനെ വെക്കാൻ പഠിക്കണം, ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടടുത്താണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്കിപ്പോ ഒരു വിസിറ്റിംഗ് കാർഡ് ചെയ്തെടുക്കാൻ പറ്റിയതല്ലേ. നീ നോക്കി, നല്ലൊരു വിസിറ്റിംഗ് കാർഡ് ആയല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഡിസൈൻസും എടുത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാം. ഞാൻ ഇപ്പൊ വിസിറ്റിംഗ് കാർഡിന്റെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോ പറഞ്ഞു തന്നത്. ഇത് മാത്രമല്ല, നമുക്ക് ഇങ്ങോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നേരെ ഹോമിൽ പോവാം. തിരിച്ച് ഹോമിലേക്ക് പോവാം. ഹോമിലേക്ക് പോയിട്ട് നമ്മള് എന്താ പറയാ, നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം അല്ലെ. ഇത് ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. സെയിം നമ്മൾ വിസിറ്റിംഗ് കാർഡ് ഒക്കെ ചെയ്ത അതേ ഫോമാറ്റ് തന്നെ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾക്ക് ഇവിടെ പോയിട്ട് നമ്മുടെ തീം എന്താണോ, ഗാർഡനിങ് ആണോ, ഫുഡ് റിലേറ്റഡ് ആണോ, ഞാനിപ്പോ ഒരു ഫുഡിന്റെ ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഫുഡ് ആകുമ്പോൾ ഫുഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തംപ്ലേറ്റ്സ് വരും. ഇത് കണ്ടോ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തംപ്ലേറ്റ്സ് വരും. ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്കിപ്പോ ഫുഡല്ല, നമ്മുടെ ചെടികളാണ്. അപ്പൊ പിന്നെ നമ്മൾ ഗാർഡൻ തന്നെ നോക്കിയാൽ മതി. ഗാർഡൻ കൊടുത്തു കഴിഞ്ഞാൽ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ വരുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു തംപ്ലേറ്റ് എടുക്കാം. ഞാൻ ഈ ഒരു തംപ്ലേറ്റ് എടുത്ത്, ഇത് കണ്ടോ, നമ്മൾ മാർച്ച് 12 പ്ലാന്റ് ഫ്ലവർ ഡേ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് വേണ്ടേ
ഇതിൽ ഓരോന്നിന്റെ പുറത്തും ഇങ്ങനെ മൗസ് ഓവർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോന്നും നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓരോ എലമെന്റ്സും നമുക്കിങ്ങനെ എഡിറ്റബിൾ ആണ് കണ്ടോ. ഓരോ എലമെന്റ്സും എഡിറ്റബിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് റീൽസ് കണ്ടോ, ഇതിങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് സെലക്ട് ആവും. എന്നിട്ട് നമുക്ക് റീൽസ് എന്ന് കൊടുക്കാം. പ്ലാന്റ് ഡേ എന്നുള്ളതിന് നമുക്ക് റോസ് ഡേ എന്ന് കൊടുക്കാം. ഇവിടെ എന്തെങ്കിലും ലെറ്റേഴ്സ് നമ്മുടേതായിട്ട് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം. ഇവിടുത്തെ ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. വേറെ ഏതെങ്കിലും പിക്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മുടെ തന്നെ പിക്ചേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിപ്പോ ഇതങ്ങ് മാറ്റിക്കളയാണ്. മാറ്റി വേണ്ട. ഇതൊക്കെ കുറച്ചൊന്ന് ഇങ്ങോട്ടൊക്കെ പിടിച്ചു വെച്ചു. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ വിടുന്നിട്ട് ഇവിടെ എന്റെ ഒരു പിക്ചറാണ് എനിക്ക് ആഡ് ചെയ്യാൻ തോന്നുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ പോലെ അപ്ലോഡ്സിലേക്ക് പോവുക. അപ്ലോഡ്സിലേക്ക് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ ഇട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. എനിക്കിപ്പോ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഫോട്ടോ കിടപ്പുണ്ട്. ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തു. ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരും. അത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും മാറ്റി വെക്കുക. ഇങ്ങനെ വരുന്ന ഫോട്ടോ നമുക്ക് വലുതാക്കി വെക്കാൻ പറ്റും. കണ്ടോ, വലുതാക്കി അതിനനുസരിച്ചൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. കുറച്ച് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. കണ്ടോ, എങ്ങനെ വേണോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഫോട്ടോ ഇപ്പുറത്ത് വെക്കണമെങ്കിൽ ഇപ്പുറത്ത് വെക്കാം. ഇതിന്റെ പകുതി മാത്രം നമുക്ക് വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെക്കാം. എങ്ങനെ നമുക്ക് വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു എന്താ പറയാ, ഒരു പോസ്റ്ററോ ഒരു ഡിസൈനോ എന്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ അല്ലാണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുന്നുണ്ടാക്കണം, ഈ ചെടികൾ ഉണ്ടാക്കണം, ഇതൊക്കെ ഉണ്ടാക്കണം അല്ലെ. അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് ചെറുതായിട്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പോസ്റ്റർ ചെയ്തെടുത്തത് നിങ്ങളിപ്പോ കണ്ടല്ലോ. ഞാൻ വേണമെങ്കിൽ ഒരു പോസ്റ്റർ കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് തിരിച്ച് ഹോമിലേക്ക് തന്നെ പോവാം. വീണ്ടും നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ ഞാനൊന്ന് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. കുറച്ച് ഐഡിയ കിട്ടും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പോയി ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ വരുക. ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഗാർഡൻ ഫീൽഡിലായിട്ട് ഗാർഡൻ എന്ന് തന്നെ കൊടുക്കുക. ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കട്ടെ. അപ്പൊ ഗാർഡനിൽ ഒരുപാട് തംബ്ലേറ്റ്സ് പിന്നെയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ഈ ഒരു തംബ്ലേറ്റ് എടുക്കാം. കണ്ടോ, ഈ ഒരു തംബ്ലേറ്റ് ആണ് എടുത്തത്. നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം. ഇപ്പൊ സുമയാസ് ഗാർഡൻ ആണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് സുമയാസ് ഗാർഡൻ നമ്മൾ നമ്പർ ഇവിടെ കൊടുക്കാം. ഇതൊക്കെ ഓരോന്നും നമുക്കിത് മാറ്റാം. കണ്ടോ, ഇതൊക്കെ മാറ്റാൻ പറ്റും. വേണ്ടേ, ഈ ഒരു റൗണ്ട് വലുതാക്കണമെങ്കിൽ ഇങ്ങോട്ടാക്കാം. ഇത് ചെറുതാക്കി കൊടുക്കണമെങ്കിൽ ചെറുതാക്കി കൊടുക്കാം. ഇവിടെ ഫോട്ടോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ മാറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഫോട്ടോ കൊടുക്കാം. ഫോട്ടോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ അപ്ലോഡ്സിൽ പോവാം. ഞാനിപ്പോ ഇതിൽ തന്നെ എന്റെ കുറച്ച് ഫോട്ടോ കിടക്കുന്നത് കൊണ്ടാണ് ഇതിന്ന് തന്നെ എടുത്ത് കൊടുക്കണേ കേട്ടോ. അപ്ലോഡ്സ് പോയാൽ നമ്മുടെ സിസ്റ്റത്തിലോ ഇതിലോ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ഫോട്ടോസ് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള എന്റെ ഫോട്ടോസ് ഒന്നും സിസ്റ്റത്തിൽ കാണുന്നില്ല. ഓക്കെ, ഈ ഫോട്ടോ തന്നെ കിട്ടിയത്. അപ്പൊ ഈ ഇങ്ങനത്തെ ഫോട്ടോസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ഇവിടെ വരും. ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് നേരെ ഇങ്ങോട്ടേക്ക് കൊടുക്കാം. കണ്ടോ, വലുതും ചെറുതും ഒക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടമായില്ല. ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് നേരെ ഇവിടെ പോവാ, നേരെ വൈറ്റ് കൊടുക്കാം. വൈറ്റ് ആണല്ലോ ഇപ്പൊ കിടക്കുന്നേ. നമുക്കൊരു ഈ കളർ കൊടുക്കാം.
അപ്പുറത്തായി പോയി മാറിയത്. സെലക്ഷൻ അവിടെ ആയിപ്പോയി കേട്ടോ. കണ്ടോ, ഈ കളറുകൾക്ക് നമുക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് കളറുകൾ മാറ്റം വരുത്താം. വേണ്ടേ, ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമുക്ക് ഈ ഒരു കളറാണ് കൊടുക്കുന്നതെങ്കിൽ ആ കളറാവും, ഈ കളറാണെങ്കിൽ ഈ കളറാവും, ഈ കളറാണെങ്കിൽ ഈ കളറാവും. അപ്പൊ എന്ത് നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്യുക. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മള് എന്താ പറയാ, വലിയ ഡിസൈനേഴ്സിനെ ഒന്നും കാണാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ, നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന ഡിസൈൻസ് നമുക്ക് തന്നെ ചെയ്ത് നോക്കാം. ഇപ്പൊ ഈ ഒരു ഡിസൈൻ ചെയ്തു, നിങ്ങൾക്ക് അത് ഇഷ്ടമായില്ല, ഡിലീറ്റ് ചെയ്യാം, അതെടുത്ത് കളയുക, അടുത്ത ഡിസൈൻ എടുക്കുക, വീണ്ടും ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് മാറ്റി 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 നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ക്യാൻവ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുക. തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അടുത്തടുത്ത ക്ലാസ്സുകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. ഫസ്റ്റ് ഇത്രയും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.